എഡ്ജ് ഓഫ് ടുമോറോ ടൈം ലൂപ്പ് ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച ഒന്ന്. ഡഗ് ലീമാൻ സംവിധാനം ചെയ്ത് ക്രിസ്റ്റഫർ മാക്രിയും ജോൺ ഹെൻറി ബട്ടർവർത്ത് എന്നിവരുടെ രചനയിൽ 2014 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ചിത്രം. ഓൾ യു നീഡ് ഈസ് സ്കിൽ എന്ന ജാപ്പനീസ് നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ടോം ക്രൂസും എമിലി ബ്ലഡും അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ ബിൽ പാക്സ്റ്റണും ബ്രണ്ടൻ ഗ്ലീസണും എന്നിവർ സഹകഥാപാത്രങ്ങളായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നോവലിന്റെ പ്രസാധകരായ വിസ് മീഡിയ, ഓസ്ട്രേലിയൻ നിർമ്മാണ കമ്പനിയായ വില്ലേജ് റോഡ് ഷോ എന്നിവരുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് വർണർ ബ്രദേഴ്സ് എഡ്ജ് ഓഫ് ടുമോറോ നിർമ്മിച്ചത്. ഇംഗ്ലണ്ടിലെ ചിത്രീകരണം ആരംഭിച്ച ഈ സിനിമയ്ക്ക് ലീസ്ഡണിലെ വാർണർ സ്റ്റുഡിയോയിലും ലണ്ടനിലെ ട്രാഫൽഗർ സ്ക്വയറിലും സൗണ്ട് ആൻഡ് സാൻസ് തുടങ്ങിയ സ്ഥലങ്ങളിലും ചിത്രീകരണം നടന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി വിഷ്വൽ എഫക്റ്റുകൾ കൈകാര്യം ചെയ്തത് ഏകദേശം 9ഓളം കമ്പനികളാണ്. 2014 ജൂൺ 6 യുണൈറ്റഡ് സ്റ്റേറ്റിൽ ഈ ചിത്രം റിലീസ് ചെയ്തു. പക്ഷേ ബോക്സ് ഓഫീസിൽ ഇത് വൻ പരാജയമായിരുന്നു. എങ്കിലും നിരൂപകരുടെ ഇടയിൽ ഈ ചിത്രത്തിന് വൻ അവലോകനമായിരുന്നു ലഭിച്ചത്. കഥയും സംവിധാനവും ആക്ഷൻ സീക്വൻസുകളെല്ലാം പ്രത്യേകം എടുത്തു പറയേണ്ടവയാണ്. ലോകമെമ്പാടുമായി ഈ സിനിമയ്ക്ക് 370 മില്യൺ അമേരിക്കൻ ഡോളർ വരുമാനം ലഭിച്ചു. ഇപ്പോൾ ഈ സിനിമ ഏറ്റവും മികച്ച ആക്ഷൻ ചിത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. മിമിക്സ് എന്നറിയപ്പെടുന്ന ഒരു അന്യഗ്രഹ വംശം ഭൂമിയിലെത്തുന്നു. അവർ നിരവധി ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ട് യൂറോപ്പിന്റെ ഭൂരിഭാഗവും അതിവേഗത്തിൽ കീഴടക്കുന്നു. അതേ തുടർന്ന് മിമിക്സിനെ നേരിടാനായി മനുഷ്യരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ആഗോള സൈനിക സഖ്യം രൂപീകരിക്കുന്നു. അന്യഗ്രഹ ജീവികളുമായുള്ള ഒരു വലിയ യുദ്ധത്തിന് ഇവർ സൈന്യത്തെ ഒരുക്കുന്നു. ഈ സൈന്യത്തെ മുന്നിൽ നിന്ന് നയിക്കുവാനായി ജനറൽ ബ്രിഗാം പബ്ലിക് അഫയേഴ്സ് ഓഫീസറായ മേജർ വില്യം കേജിനോട് ഉത്തരവിടുന്നു. എന്നാൽ അനുഭവക്കുറവുള്ളതിനാലും ഭീരു ആയതിനാലും വില്യം കേജ് ജനറൽ ബ്രിഗാമിനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് ഈ ഉത്തരവ് പിൻവലിക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് വിജയിച്ചില്ലെന്ന് മാത്രമല്ല, വില്യമിനെ അറസ്റ്റ് ചെയ്ത് നിർബന്ധപൂർവ്വം അവരുടെ സൈനിക താവളത്തിലേക്ക് പരിശീലനത്തിന് അയക്കുകയും ചെയ്യുന്നു. തുടർന്ന് ജെ സ്ക്വാഡിന്റെ ചുമതല വില്യംസിന് ലഭിക്കുന്നു. അടുത്ത ദിവസം യുദ്ധത്തിനിടയ്ക്ക് വില്യംസ് ഒരു വലിയ ആൽഫ മിമിക്കിനെ കൊല്ലുവാനായിട്ട് മൈൻ ഉപയോഗിക്കുന്നു. അതേ തുടർന്ന് ആ മിമിക്കിന്റെ രക്തം യാദൃശികവശാൽ വില്യംസിന്റെ ശരീരത്തിലാവുകയും പുറകെ ഭീകരമായൊരു സ്ഫോടനത്തിൽ വില്യം മരിക്കുകയും ചെയ്യുന്നു. അടുത്ത നിമിഷം സൈനിക ക്യാമ്പിൽ ഉണർന്ന വില്യംസിന് താൻ മരിച്ചിട്ടില്ലെന്ന് ബോധ്യപ്പെടുന്നു. കഴിഞ്ഞ പ്രഭാതത്തിലെ ഓർമ്മകൾ വീണ്ടെടുത്ത വില്യമിന് താനൊരു ടൈം ലൂപ്പിൽ പെട്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയുന്നു. തുടർന്ന് ചില അമാനുഷിക ശക്തികൾ അവന് ലഭിക്കുന്നു. സമയത്തെ അതിജീവിച്ച് മുന്നോട്ട് നടക്കുവാനുള്ള കഴിവ് വില്യമിന് കൈവന്നിരിക്കുന്നു. ഇതുപയോഗിച്ച് തൻ്റെ സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകുവാനായി വില്യം ശ്രമിക്കുന്നുണ്ടെങ്കിലും പരാജയപ്പെടുന്നു. കൂടാതെ ഈ യുദ്ധത്തിൽ നിരവധി തവണ ലൂപ്പുകളിൽ മരണപ്പെട്ട ശേഷം വീണ്ടും ഉണരുന്നു. ഓരോ ലൂപ്പിലും അവൻ്റെ പോരാട്ട വൈവിധ്യവും യുദ്ധകളത്തെക്കുറിച്ചുള്ള അറിവും മെച്ചപ്പെടുന്നു. ആൽഫയുടെ രക്തവുമായുള്ള സമ്പർക്കം മൂലമാണ് തനിക്ക് അമാനുഷിക ശക്തി ലഭിച്ചതെന്ന് തൻ്റെ സഹപ്രവർത്തകർ റീത്ത വഴി അവൻ അറിയുന്നു. അവൾക്കും അതേ ശക്തി ലഭിച്ചിരുന്നുവെന്നും. പക്ഷേ ഒരു അപകടം മൂലം രക്തം മാറ്റി വെക്കേണ്ടി വന്നപ്പോൾ അവൾക്ക് ആ ശക്തി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. റീത്ത വില്യമിനെ ഡോക്ടർ കാർട്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ ജീവികൾ ഭീകരമായ ഒമേഗ മിമിക്കുകൾ നിയന്ത്രിക്കുന്ന ഒരു സൂപ്പർ ഓർഗാനിസം ആണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ആൽഫ മിമിക്കുകൾ കൊല്ലപ്പെടുമ്പോഴെല്ലാം ഒമേഗകൾ പുതിയൊരു ലൂപ്പ് പുനരാരംഭിക്കുകയും മിമിക്കിന്റെ വിജയം വരെ അതിൻ്റെ തന്ത്രങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഒമേഗയെ പ്രതിരോധിക്കാൻ ഒമേഗയ്ക്ക് തുല്യമായി കഴിവുള്ള വില്യമിനെ കൊണ്ടേ സാധിക്കുകയുള്ളൂ എന്ന കാര്യം കാർട്ടർ അവനോട് പറയുന്നു. ഒമേഗയിൽ എത്താൻ വേണ്ടി വില്യവും റീത്തയും കൂടെ നിരവധി ലൂപ്പുകൾ പരിശീലിക്കുന്നു. പക്ഷേ അവൾ എല്ലാ ലൂപ്പുകളിലും ആവർത്തിച്ചു മരിക്കുന്നത് അവനെ നിരാശനാക്കുന്നു. ഒരു അണക്കെട്ടിൽ ഒമേഗ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന കാര്യം വില്യം മനസ്സിലാക്കുന്നു. വില്യവും റീത്തയും കൂടെ അതിനന്വേഷിച്ച് യാത്ര തിരിക്കുന്നു. യാത്രയ്ക്കിടയിൽ അവർ പരസ്പരം അടുക്കുന്നു. അവൾ തനിക്ക് പ്രിയപ്പെട്ട ഒരാൾ 100 തവണ മരിക്കുന്നത് കണ്ടതിനാലാവണം ഒമേഗയെ സമീപിക്കുന്ന ആദ്യത്തെ ലൂപ്പല്ല എന്ന് ഒടുവിൽ അവൾ തിരിച്ചറിയുന്നു. അവർ അണക്കെട്ടിൽ എത്തുന്നതിന് മുമ്പ് റീത്ത എപ്പോഴും മരിക്കുന്നുണ്ടെന്നുള്ള സത്യം വില്യം വെളിപ്പെടുത്തുന്നു. റീത്തയെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ലൂപ്പുകൾ അവസാനിപ്പിക്കുവാൻ വില്യം താല്പര്യപ്പെടുന്നില്ല. പക്ഷെ അവിടെ വെച്ചൊരു മിമിക്ക് അവനെ കൊല്ലുന്നു. നിരാശനായ വില്യം അടുത്ത ലൂപ്പിൽ ഒറ്റയ്ക്ക് അണക്കെട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അതൊരു ട്രാപ്പാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെ വെച്ചൊരു ആൽഫ പതിയിരുന്ന് അവനെ ആക്രമിക്കുകയും പക്ഷെ അവൻ അന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് ഒമേഗയെ കണ്ടെത്താനായി വില്യവും റീത്തയും ജനറൽ ബിഗാമിൻ്റെ ഓഫീസിൽ നുഴഞ്ഞു കയറുകയും ഡോക്ടർ കാർട്ടർ രൂപകൽപ്പന ചെയ്ത പ്രോട്ടോടൈപ്പ് ട്രാൻസ്പോണ്ടർ കൈവശപ്പെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. പാരീസിലെ ഒരു ഒമേഗയെ കണ്ടെത്താനായി ഈ ഉപകരണം ഉപയോഗിച്ചതിന് ശേഷം രക്ഷപ്പെടുന്നതിനിടയിൽ വില്യമിന് പരിക്കുപറ്റുകയും തുടർന്ന് രക്തം മാറ്റിവെക്കുകയും ചെയ്തു. അതോടെ അദ്ദേഹത്തിന്റെ സവിശേഷ ശക്തി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. റീത്തയും വില്യവും കൂടി ചേർന്ന് അതിസാഹസികമായി യുദ്ധത്തിലൂടെ ഒമേഗകളെ ഇല്ലാതാക്കുന്നിടത്ത് ഈ സിനിമ അവസാനിക്കുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് വാർണർ ബ്രദേഴ്സ് ആദ്യമായൊരു സ്റ്റുഡിയോ സ്വന്തമായി വാങ്ങുന്നത്.
ടോം ക്രൂയിസ് ഉൾപ്പെടുന്ന കുറേ ഭാഗങ്ങൾ സംവിധായകന്റെ എഡിറ്റിംഗ് റൂമിലാണ് ചിത്രീകരിച്ചത്. വിഷ്വൽ എഫക്റ്റുകൾ VFX സൂപ്പർവൈസർ നിക്സ് ഡേവിസിന്റെ കീഴിൽ 9ഓളം കമ്പനികൾ നിർവഹിച്ചിട്ടുണ്ട്. പ്രശസ്തമായ സോണി പിക്ചേഴ്സ് ഇമേജ് വർക്ക്സ് എന്ന VFX കമ്പനി ഈ ചിത്രത്തിന്റെ ആദ്യ 2 ആക്ടുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ടറായി തിരഞ്ഞെടുത്തത് ക്രിസ്റ്റഫ് ബെക്കിനെയാണ്. ഡിസ്നിയുടെ സ്ഥിരം സംഗീത സംവിധായകനാണ് ഇദ്ദേഹം. ആദ്യം അന്വേഷിച്ചത് ജോൺ പവലിനെയും റാമിൻ ജവാഡിയെയും ആയിരുന്നുവെങ്കിലും നറുക്കുവീണത് ബെക്കിനായിരുന്നു. ബെക്കിന്റെ ആദ്യത്തെ സയൻസ് ഫിക്ഷൻ ഫിലിം സ്കോറാണ് എഡ്ജ് ഓഫ് ടുമോറോ. കൊമ്പുകളും കാഹളങ്ങളും ഉൾപ്പെടുന്ന ഒരു പരമ്പരാഗത തീമിനായിരുന്നു ബെക്ക് ആദ്യം ശ്രമിച്ചതെങ്കിലും സംവിധായകന് പരമ്പരാഗതമല്ലാത്ത ഒരു സമീപനമായിരുന്നു ഇഷ്ടപ്പെട്ടത്. എഡ്ജ് ഓഫ് ടുമോറോയുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിനിൽ വാർണിയർ ബ്രദേഴ്സ് $100 മില്യൺ ചിലവഴിച്ചു. ആദ്യം ഈ സിനിമയുടെ പേര് ഓൾ യു നീഡ് ഈസ് കിൽ എന്നായിരുന്നു. പിന്നീട് അത് വാർണിയർ ബ്രദേഴ്സ് എഡ്ജ് ഓഫ് ടുമോറോ എന്ന് മാറ്റി. നായികയുടെ വേഷം ചെയ്ത എമിലി ബ്ലഡ് തൻ്റെ വേഷത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ശ്രദ്ധേയമാണ്. പുരുഷ കേന്ദ്രിതമായ ഇത്തരം സിനിമകളിൽ സാധാരണ നായകനാണ് നായികയെ നയിക്കുന്നത്, എന്നാൽ ഇതിൽ നായികയാണ് നായകനെ നയിക്കുന്നത്. കഥാപാത്രം മരിച്ചാൽ കളിക്കാർ വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങുക എന്ന വീഡിയോ ഗെയിമുകളുടെ രീതി ബോധപൂർവമാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് സംവിധായകൻ പറയുന്നു. വില്ലേജ് റോഡ് ഷോ പിക്ചേഴ്സ്, വാർണർ ബ്രദേഴ്സ് പിക്ചേഴ്സ് എന്നിവർ HBO മാക്സിൽ മാത്രം ടെലികാസ്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ചിത്രത്തിന് സ്പിൻ ഓഫ് തയ്യാറാക്കിയത്. ഈ സിനിമയുടെ DOP കൈകാര്യം ചെയ്തിട്ടുള്ളത് തിയോൺ ബീബിയാണ്. 113 മിനിറ്റുള്ള ഈ സിനിമയുടെ എഡിറ്റിംഗ് ജെയിംസ് ഹെർബർട്ടും ലൗറ ജെന്നിങ്സും ചേർന്നാണ് നിർവഹിച്ചിട്ടുള്ളത്. 2014 ഏറ്റവും മികച്ച സയൻസ് ഫിക്ഷൻ ചിത്രങ്ങളിൽ ഒന്നായിട്ട് നിരൂപകർ ഇതിനെ വിശേഷിപ്പിക്കുന്നു. ടോം ക്രൂയിസ് ഈ സിനിമയിലും സ്വന്തമായി ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എമിലി ബ്ലഡിന്റെ പ്രകടനവും ഗംഭീരമായിരുന്നു. ഇവരെ കൂടാതെ ഒട്ടനവധി മികച്ച താരങ്ങൾ ഈ സിനിമയുടെ ഭാഗമാണ്. യോഗ, ജിംനാസ്റ്റിക്സ് എന്നിവ ഈ സിനിമയിലെ അഭിനേതാക്കൾ പരിശീലിച്ചിരുന്നു. ഇസ്രായേലിന്റെ ക്രൗ മാഗ എമിലി ബ്ലഡ് തന്റെ കഥാപാത്രത്തിനായി 3 മാസത്തോളവും പരിശീലിച്ചു. യുദ്ധസ്യൂട്ട് ധരിക്കാൻ ഓരോ നടനും 4 പേരുടെ സഹായം ആവശ്യമായി വന്നിരുന്നു. ബോക്സ് ഓഫീസിൽ ശരാശരി ഒതുങ്ങിപ്പോയെങ്കിലും ഇന്നും ഈ സിനിമ പ്രേക്ഷകരുടെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്നു.